ഡോക്ടർ മനോജ് ജോൺസണുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് കുറെ അധികം വർഷത്തെ ഒരു പരിചയമാണ്. അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ച ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ ക്യാമ്പുകളിലേക്കും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കും. ചോക്ലേറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓക്കെ, എനിക്ക് ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് ആർക്കാണ് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത് അറിയണം. അല്ലാതെ ചോക്ലേറ്റ് ആവശ്യം പോലെ ഉണ്ട്. ആർക്കാണ് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത് അറിയാതെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്കിൻ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, വയറിന്റെ ബുദ്ധിമുട്ട് തുടങ്ങുന്നത്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ? മലബന്ധം, മോഷൻ പ്രോപ്പറായിട്ട് പോകത്തില്ല. ചിലപ്പോൾ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം ഒക്കെ ടോയ്ലറ്റിൽ പോകാത്ത ആൾക്കാർ വരും. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ചോക്ലേറ്റിനകത്ത് മൈദയാണ് പ്രധാന കണ്ടന്റ്. രണ്ടാമത് വരുന്നത് നമ്മുടെ ഇതിനൊരു ടേസ്റ്റ് വരത്തില്ല. നമ്മൾ സാധാരണ ചോക്ലേറ്റിന്റെ ഇൻഗ്രീഡിയന്റ് എന്താണെന്നറിയാവോ? കൊക്കോ. അതാണ് വേണ്ടത്. കൊക്കോ പൗഡർ ആണ് ചോക്ലേറ്റിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. പക്ഷേ വലിയ കമ്പനികൾ വരെ, അതായത് ഡയറി മിൽക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കാഡ്ബറീസിന്റെ ആയിക്കോട്ടെ, ഇന്ത്യൻ മേക്ക്, അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ ഈ കൊക്കോ പൗഡർ അല്ല മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്, മൈദയാണ്. പക്ഷെ ഈ സെയിം സാധനം നമ്മൾ ദുബായിലോ മറ്റു സ്ഥലങ്ങളിലോ പോകുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് കൊക്കോ പൗഡറിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ അത് മതിയാവത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ചോക്ലേറ്റ് ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എസൻസ് ആഡ് ചെയ്യണം, ചോക്ലേറ്റിന്റെ എസൻസ്. ഓരോ ചോക്ലേറ്റ്സിനും ഓരോ ടേസ്റ്റ് ഉണ്ട്. അതാണ് എങ്ങനെയാണ് ഈ എസൻസ് വരുന്നതെന്ന് അറിയാമോ? എസൻസ് എന്ന് പറയുന്നത് നമ്മുടെ വനില ഐസ്ക്രീം ഇല്ലേ? വനില ഐസ്ക്രീമിൽ വനില എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അതേപോലെ ചോക്ലേറ്റിന് ഒരു ടേസ്റ്റ് ഉണ്ട്, സ്ട്രോബെറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ടേസ്റ്റുകളാണ്, ഇതൊന്നും ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഈ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എല്ലാ ആൾക്കാർക്കും ഈ പെട്രോളിയം പ്രോഡക്റ്റ് പറ്റില്ല. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ കഴിക്കുന്നത് യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണോ എന്നുള്ള ആദ്യം നോക്കണം. രണ്ടാമത്തത് ഈ മിൽക്ക് സോളിഡ്സ് എന്ന് പറയും. മിൽക്ക് സോളിഡ്സ് എന്ന് പറയുന്നത് ഈ ചോക്ലേറ്റിൽ ആഡ് ചെയ്യുന്ന ഒരെണ്ണമാണ്. അപ്പം പല ആളുകൾക്കും പാല് പറ്റില്ല. പാല് പറ്റാത്ത ആർക്കെന്നറിയാവോ? റിപ്പീറ്റഡ് ആയിട്ട് കഫക്കെട്ടുള്ള ആളുകൾക്ക്, വയറ്റിലെ ഗ്യാസ് എന്ന് പറയുന്നത് മോഷൻ ക്ലിയർ അല്ലാത്ത ആൾക്കാർക്ക്, അതേപോലെ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ആണ് അതിന്റെ റീസൺ. അപ്പൊ ഇത് നമുക്ക് പറ്റുമെന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മളത് കഴിക്കേണ്ടത്? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? താരൻ അറിയാവും, ഡാൻഡ്രഫ് തുടങ്ങും, സ്കിന്നിൽ ചൊറിച്ചിൽ തുടങ്ങും, വയറുവേദന തുടങ്ങും, പല രീതിയിലുള്ള ബുദ്ധിമുട്ട് തുടങ്ങും. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രശ്നം ഇല്ല, ചോക്ലേറ്റ് കഴിക്കും, ഈ പ്രശ്നം ഇല്ലാത്തവർക്കേ ചോക്ലേറ്റ് കഴിക്കാൻ പറ്റത്തുള്ളൂ, ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി കഴിക്കുവാണെങ്കിലും വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിനകത്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല. നിങ്ങൾ കൊക്കോ പൗഡർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല അത് കഴിച്ചിട്ട് കാര്യമില്ല, അതല്ല അതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. പിന്നെ അതിനകത്ത് ഹൈ ഷുഗർ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? കഴിക്കേണ്ട സാധനം ചോക്ലേറ്റ് കഴിക്കാം, പക്ഷെ അതിന്റെ അളവ് കുറയ്ക്കുക, വല്ലപ്പോഴും ആക്കുക. എപ്പോഴും ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ വയറിനും സ്കിന്നിനും പ്രശ്നമാവും, മുടിയുടെ കാര്യത്തിനും പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് അറിയേണ്ട എന്താ? ഒന്നുകൂടെ പറയാം, ചോക്ലേറ്റ് കഴിക്കാം, പക്ഷെ അതിന്റെ കണ്ടന്റ് നല്ലതല്ലാത്തൊരു കണ്ടന്റ് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ചില കുട്ടികൾക്ക് ഓടി ചാടി കളിക്കുമ്പോഴത്തേനും ഈ അസ്ഥികൾക്കൊക്കെ വേദന വരും. കാരണം എന്തൊക്കെയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നുകൂടെ പറയാം, കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആളുകളിൽ വരുന്ന പ്രശ്നമാണ് ബോണ് വീക്കാവും. മധുരം കൂടുതൽ എടുക്കുമ്പോഴത്തേനും കാൽസ്യം മൊത്തം വലിച്ചെടുക്കും ബോണിൽ നിന്ന്. അപ്പൊ ബോൺ വീക്കാവും. ഒന്ന് ഉരുണ്ട് വീഴുമ്പോഴത്തേനും ഫ്രാക്ചർ ആവും, നീര് വെക്കും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും കാല് കഴിക്കാൻ തുടങ്ങും, വേദന തുടങ്ങും.